ഹായ് ഫ്രണ്ട്സ്, ആഞ്ജനേയ ടെക് അക്കാഡമീസിന്റെ ഓൺലൈൻ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. മൈ നെയിം ഈസ് വിഷ്ണുജി രഞ്ജിത്ത്. ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് ലോക സംഘടനകളും അവയുടെ ആസ്ഥാനങ്ങളും. മത്സര പരീക്ഷകളിൽ സ്ഥിരം ചോദിക്കാറുള്ള സംഘടനകളും ആസ്ഥാനങ്ങളുമാണ് നമ്മൾ കോഡിലൂടെ ഇന്ന് നോക്കാൻ വേണ്ടി പോകുന്നത്. ചെറിയ ചെറിയ ട്രിക്കിലൂടെ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് കണക്ട് ചെയ്ത് പഠിക്കാം. അപ്പോ ക്ലാസ്സിലേക്ക് കടക്കുന്നു. അതിനു മുന്നേ ഞങ്ങൾ ചെയ്യുന്ന ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ക്ലാസ്സിലേക്ക് കിടക്കാം. ഓക്കെ, നമ്മളിവിടെ ആദ്യം നോക്കാൻ വേണ്ടി പോകുന്നത് ഒരു ന്യൂ നേഷൻ ജന്മമെടുത്തു എന്ന് ഓർത്തോളൂ. ഓക്കെ, കോഡിന് വേണ്ടിയിട്ടാണേ. ഒരു ന്യൂ നേഷൻ ജന്മം എടുത്തിരിക്കുകയാണ്. ആ ന്യൂ നേഷനിൽ ആരൊക്കെയാ ഉള്ളതെന്ന് അറിയാമോ? സ്ത്രീകളുണ്ട്, കുട്ടികളുണ്ട്. ഓക്കെ, ആ സ്ത്രീകളെയും കുട്ടികളെയും ഡെവലപ്പ് ആക്കാൻ വേണ്ടിയിട്ടുള്ള പ്രോഗ്രാംസ് കൊണ്ടുവരണം. ആ ന്യൂ നേഷനിൽ സ്ത്രീകളും കുട്ടികളുമാണ്. അപ്പൊ ആ സ്ത്രീകൾക്കും കുട്ടികൾക്കും ഡെവലപ്പ് ആവണ്ടേ? അപ്പൊ ആ ഡെവലപ്പ് ആവാനുള്ള പ്രോഗ്രാംസ് ഉണ്ട്. ആ ഡെവലപ്മെന്റിന് വേണ്ടത് എന്താണ്? ഓക്കെ, ആ പോപ്പുലേഷന് വേണ്ടിയിട്ടുള്ള പണം, ഫണ്ട് അനുവദിക്കണം. ഓക്കെ, അത് മാത്രമല്ല ആ സ്ത്രീകൾക്കും കുട്ടികൾക്കും സെക്യൂരിറ്റി നൽകണം. ഇത്രയിലുമുണ്ട്. ന്യൂയോർക്ക് ബേസ് ചെയ്തിട്ടുള്ള സംഘടനകളാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. അതിന് നമ്മൾ ഓർത്തു വെക്കാൻ എളുപ്പം എന്താണ്? ഒരു ന്യൂ നേഷൻ ഫോമായി. ആ നേഷനിലുള്ളത് സ്ത്രീകളുണ്ട്, കുട്ടികളുണ്ട്. ആ സ്ത്രീകൾക്കും കുട്ടികൾക്കും ഉന്നമനത്തിന് വേണ്ടിയിട്ട് ഡെവലപ്മെന്റ് പ്രോഗ്രാം കൊണ്ടുവന്നു. അതിന് ഫണ്ട് അനുവദിക്കണം. ഓക്കെ, അത്രയും ഇതിൽ നിന്നും നമുക്ക് കണക്ട് ചെയ്യാം. ന്യൂയോർക്ക് ബേസ് ചെയ്തിട്ടുള്ള സംഘടനകളുടെ ആസ്ഥാനം ന്യൂയോർക്കാണ്. അപ്പോൾ ന്യൂയോർക്ക് ബേസ് ചെയ്തിട്ടുള്ള സംഘടനകൾ. ഓക്കെ, യുണൈറ്റഡ് നേഷൻ ഓർഗനൈസേഷന്റെ ആസ്ഥാനം ന്യൂയോർക്ക്. അതാണ് ന്യൂ നേഷൻ എന്ന് പറഞ്ഞത്. യുണൈറ്റഡ് നേഷൻ ന്യൂയോർക്ക്. ഓക്കെ, സ്ത്രീകളുമായിട്ട് അവിടെ സ്ത്രീകളുണ്ട്. യെസ്, UN വുമണിന്റെ ആസ്ഥാനം ന്യൂയോർക്ക്. അവിടെ കുട്ടികളുണ്ട്. യെസ്, യുണിസെഫ്, യുണൈറ്റഡ് നേഷൻ ചിൽഡ്രൻസ് ഫണ്ട്. ഓക്കെ, അത് ന്യൂയോർക്കാണ്. യുണൈറ്റഡ് നേഷൻസ് ചിൽഡ്രൻസ് ഫണ്ട്, യുണിസെഫ്, ന്യൂയോർക്ക്. ഓക്കെ, അവരുടെ ഡെവലപ്മെന്റിനുള്ള പ്രോഗ്രാംസ് കൊണ്ടുവരണമെന്ന് പറഞ്ഞു. യെസ്, യുണൈറ്റഡ് നേഷൻസ് ഡെവലപ്മെന്റ് പ്രോഗ്രാമിന്റെ ആസ്ഥാനം ന്യൂയോർക്കാണ്. അങ്ങനെയെങ്കിൽ ഓക്കെ, ആ പോപ്പുലേഷന് വേണ്ടിയിട്ട് അവരുടെ ഉന്നമനത്തിന് ഫണ്ട് അനുവദിക്കണമെന്ന് പറഞ്ഞു. യുണൈറ്റഡ് നേഷൻസ് പോപ്പുലേഷൻ ഫണ്ട് ന്യൂയോർക്ക്. അവിടെ ഏതൊക്കെ പോപ്പുലേഷനാണ് ഉള്ളത്? സ്ത്രീകള്, കുട്ടികള്. അവരുടെ ഡെവലപ്മെന്റ് പ്രോഗ്രാമും വേണം, അതിന് വേണ്ടിയിട്ട് ഫണ്ടും വേണം. യെസ്, യുണൈറ്റഡ് നേഷൻസ് പോപ്പുലേഷൻ ഫണ്ട് ന്യൂയോർക്കിലാണ്. ഇനി എന്താ പറയുന്നത്? അവർക്ക് സ്ത്രീകൾക്കും കുട്ടികൾക്കും സെക്യൂരിറ്റി നൽകണം. UN സെക്യൂരിറ്റി കൗൺസിലിന്റെ ആസ്ഥാനവും ന്യൂയോർക്കാണ്. അപ്പോൾ ഇതെല്ലാം ന്യൂ നേഷനിലുള്ളതാണെന്ന് നോക്കിക്കോളൂ. ആ ന്യൂ നേഷനിലെ ന്യൂ വന്നിട്ട് ന്യൂയോർക്ക്, നേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യുണൈറ്റഡ് നേഷൻസിന്റെ കീഴിലുള്ള UNO. ഓക്കെ, UN വുമൺ, UN യുണിസെഫ്, യുണൈറ്റഡ് നേഷൻസ് ചിൽഡ്രൻസ് ഫണ്ട്, യുണൈറ്റഡ് നേഷൻ ഡെവലപ്മെന്റ് പ്രോഗ്രാം. ഓക്കെ, യുണൈറ്റഡ് നേഷൻസ് പോപ്പുലേഷൻ ഫണ്ട്, UN സെക്യൂരിറ്റി കൗൺസിൽ. ഇത്രയും ന്യൂയോർക്കിലാണ്. സെറ്റ് അല്ലേ? എങ്കിൽ വേൾഡ് ബാങ്കിന്റെയും IMF ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ടിന്റെയും ആസ്ഥാനം എവിടെയെന്ന് നോക്കാം. രണ്ടും ബാങ്കുകളാണല്ലേ. ഓക്കെ, ഇത് രണ്ടിലും ടൺ കണക്കില് കാശ് വെച്ചിട്ടുണ്ട്. ടൺ കണക്കിന് കാശുണ്ട്. ഓക്കെ, വേൾഡ് ബാങ്കും IMF ആണ്. ടൺ കണക്കിന് കാശുണ്ട്. വേൾഡ് ബാങ്കും IMF നിലവിൽ വന്നത് ബ്രിട്ടൻ വുഡ് സമ്മേളനത്തിന്റെ ഇരട്ടകൾ എന്നറിയപ്പെടുന്നത്. ഓക്കെ, ബ്രിട്ടൻ വുഡ് സമ്മേളനത്തിലൂടെയാണ് വേൾഡ് ബാങ്കും IMF നിലവിൽ വന്നത്. അപ്പോ ചില്ലറ കളിയല്ല, ടൺ കണക്കിന് കാശ് വേണം. അപ്പോ വേൾഡ് ബാങ്കിന്റെയും IMFന്റെയും ആസ്ഥാനം വാഷിംഗ്ടൺ DC ആണ്. അതാണ് ടൺ, വാഷിംഗ്ടൺ DC. ഓക്കെ, അങ്ങനെയെങ്കിൽ നമുക്ക് ഓസ്ട്രിയയിലുള്ള വിയന്നയുമായിട്ട്, ഓക്കെ, വിയന്നയിൽ സ്ഥിതി ചെയ്യുന്ന സംഘടനകൾ നമുക്ക് നോക്കാം. ഓക്കെ, വിയന്ന എന്ന് പറയുമ്പോഴത്തേക്കും വൈൻ എന്ന് ഓർത്തോളൂ. ഓക്കെ, വൈൻ കുടിച്ചു കഴിഞ്ഞാൽ ഭയങ്കര എനർജി വരുമല്ലേ. അപ്പോ വിയന്ന അവിടെ ഉള്ളതൊക്കെ എന്ന് പറഞ്ഞാൽ എനർജറ്റിക് ആയിട്ടുള്ള സാധനങ്ങളാണ് എന്നോർത്തോളൂ. വിയന്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈനാണ്. ഓക്കെ, അങ്ങനെയെങ്കിൽ എനർജി തരുന്ന മറ്റൊരു സാധനം എന്താണ്? ഡ്രഗ്സ് ആണ്. ഡ്രഗ്സ് കഴിച്ചാൽ എനർജി കിട്ടും, വൈന് കഴിച്ചാൽ എനർജി കിട്ടും. പിന്നെ എന്താണ്? വണ്ടിക്ക് എനർജി കിട്ടണമെന്നുണ്ടെങ്കിൽ, നമ്മൾ ഓടിക്കുന്ന വാഹനത്തിന് എനർജി കിട്ടണമെന്നുണ്ടെങ്കിൽ പെട്രോൾ വേണം. ഓക്കെ, വാഹനത്തിന്റെ എനർജി പെട്രോളാണ്. പിന്നെ അല്ലെന്നുണ്ടെങ്കിൽ ഡ്രഗ്സ് കഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ എനർജി കിട്ടും. ചിലർക്കൊക്കെ ഡ്രഗ്സ് കഴിച്ചാൽ എനർജി കിട്ടും. അല്ല എന്നുണ്ടെങ്കിൽ വൈന് കഴിക്കണം. ഇത്രയും ഉണ്ട്, കോഡിന് വേണ്ടി പറഞ്ഞതാണ്. അപ്പൊ നമുക്ക് കണക്ട് ചെയ്യാം. ഓക്കെ, UN ഓഫീസ് ഓഫ് ഡ്രഗ് ആൻഡ് ക്രൈം. ഓക്കെ, വിയന്നയാണ്. ഡ്രഗ്സ് കഴിക്കുമ്പോഴത്തേക്കും ക്രൈം നടക്കും അല്ലേ?
കുറ്റവാളികൾ ഡ്രഗ്സ് കഴിച്ചുകൊണ്ട് ക്രൈം ഒരുപാട് നടത്താറുണ്ട്. അപ്പോ ഡ്രഗ്സ് ആൻഡ് ക്രൈം വിയന്ന. ഏത് ഡ്രഗ്സ് ആണ് കഴിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈൻ എന്ന് ഓർത്തോളൂ. ഓക്കെ. ഒപെക്, ഓർഗനൈസേഷൻ ഓഫ് ദ പെട്രോളിയം എക്സ്പോർട്ടിംഗ് കൺട്രീസ്. പെട്രോളിയം എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടി മുൻപന്തിയിൽ നിൽക്കുന്ന കൺട്രീസിന്റെ ഓർഗനൈസേഷൻ വിയന്ന. ഓക്കെ. വണ്ടിക്ക് എനർജി കിട്ടണമെന്നുണ്ടെങ്കിൽ പെട്രോൾ അടിക്കണം, അതൊരു എനർജി അല്ലേ. പിന്നെ IAEA, ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസിയുടെ ആസ്ഥാനം. സോറി, ഞാനിവിടെ വിയന്ന എഴുതാൻ വിട്ടുപോയി. IAEA എന്നാണ് എഴുതിയിട്ടുള്ളത്, വിയന്ന. ഓക്കെ. ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഓർഗനൈസേഷന്റെ ആസ്ഥാനവും വിയന്നയാണ്. സമാധാനപരമായിട്ട് ആണവോർജം ഉപയോഗിക്കണം എന്ന ലക്ഷ്യത്തോടു കൂടി നിലവിൽ വന്ന സംഘടനയാണ് IAEA. അതിന്റെ ആസ്ഥാനവും വിയന്നയാണ്. അപ്പോൾ വിയന്ന കണക്ട് ചെയ്യാമല്ലോ. വിയന്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈനാണ്, അതൊരു ഡ്രഗാണ്. ഓക്കെ. അത് എനർജറ്റിക് ആണ്. അപ്പോൾ IAEA, ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി. അത് മാത്രമല്ല, വണ്ടിക്ക് എനർജി കിട്ടണമെന്നുണ്ടെങ്കിൽ പെട്രോൾ അടിക്കണം, അത് ഒപെക് ആണ്, ഓർഗനൈസേഷൻ ഓഫ് ദ പെട്രോളിയം എക്സ്പോർട്ടിംഗ് കൺട്രീസ്. ഓക്കെ അല്ലേ? എങ്കിൽ നമുക്ക് അടുത്തത് നോക്കാം. ഓക്കെ. കോമൺവെൽത്ത് ഓഫ് നേഷൻസ്. ഓക്കെ. ഇന്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷൻ. ഇതിന്റെ രണ്ടിന്റെയും ആസ്ഥാനം ലണ്ടൻ ആണ്. ഇങ്ങനെ ഓർത്തോളൂ. ഓക്കെ. ഒരു വെൽത്ത് ഉള്ള ഒരു മണ്ടൻ മാരിടൈം മാരേജ് ചെയ്തു എന്ന് ഓർത്തോളൂ. വെൽത്ത്. ഓക്കെ. വെൽത്ത് ഉള്ളൊരു മണ്ടന്റെ മാരേജ് ആണ്. വെൽത്ത് ഉള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമൺവെൽത്ത് നേഷൻസ്. മണ്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലണ്ടൻ ആണ്. മാരേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷൻ ലണ്ടൻ ആണ്. ഓക്കെ അല്ലേ? ഇപ്പൊ കോഡ് എങ്ങനെയാ? വെൽത്ത് ഉള്ളൊരു മണ്ടന്റെ എന്താണ് മാരേജ്, അത് മാരിടൈം ആണ്. ഓക്കെ. വെൽത്ത് ഉള്ള മണ്ടന് വരെ മാരേജ് ആയി, മാരിടൈം, മാരേജിന്റെ ടൈം ആയി. ഓക്കെ. വെൽത്ത് ഉള്ള ഒരു മണ്ടന് മാരേജിന് ടൈമായി. വെൽത്ത് കോമൺവെൽത്ത് ഓർഗനൈസേഷൻ. ഓക്കെ. മാരിടൈം, ഇന്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷൻ. ഓക്കെ. ഇതിന്റെ രണ്ടിന്റെയും ആസ്ഥാനം ലണ്ടൻ ആണ്. ഓക്കെ അല്ലേ? അങ്ങനെയെങ്കിൽ നമുക്ക് അടുത്ത് നോക്കേണ്ടത് ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷന്റെ ആസ്ഥാനം റോമാണ്. ഓക്കെ. നിനക്ക് ഫുഡ് വേണോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും ഒരാൾ പറഞ്ഞു, വേണ്ട, എനിക്ക് റമ്മു മതി, റമ്മു മതി. അതാണ് ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷന്റെ ആസ്ഥാനം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ഫുഡല്ല, റമ്മേ ഉള്ളൂ എന്ന് ഓർത്തോളൂ. അത് റോമാണ്, റോമാണ്. കോഡിന് വേണ്ടിയിട്ടാണ്, ഇങ്ങനെ കണക്ട് ചെയ്തോളൂ. എങ്കിൽ നാറ്റോയുടെ ആസ്ഥാനം ബ്രസൽസ് ആണ്, ബ്രസൽസ് ആണ്. ഓക്കെ. ഒരാൾ ഒരു ബസ്സിൽ കയറിയപ്പോഴത്തേക്കും ഭയങ്കര നാറ്റമായിരുന്നു എന്ന് ഓർത്തോളൂ. നാറ്റോ ബ്രസൽസ്. അപ്പോ നാറ്റോ ആണെന്ന് പറഞ്ഞപ്പോഴത്തേക്കും കണ്ടക്ടർ അയാളെ ഇറക്കി വിട്ടിട്ട് ബെല്ലടിച്ചു. ബ്രസൽസ് ഇവിടെ ബെൽജിയത്തിന്റെ ക്യാപിറ്റൽ ആണ് ബ്രസൽസ്. ഓക്കെ. അതാണ് കോഡ്. അത് നമുക്ക് വന്നിട്ട് കൺട്രി, ക്യാപിറ്റൽ, കറൻസി പഠിക്കുമ്പോഴത്തേക്കും ഡീറ്റെയിൽഡ് ആയിട്ട് നല്ല നല്ല കോഡിലൂടെ പഠിക്കാം. ഇപ്പൊ ഇത്രയും ഓർത്തോളൂ. നാറ്റോയുടെ ആസ്ഥാനം എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബ്രസൽസിലാണ്. ഓക്കെ. നാറ്റം എന്ന് ഓർത്താൽ മതി. ഒരു ബസ്സിൽ കയറിയപ്പോഴത്തേക്കും ഭയങ്കര സ്മെല്ലായിരുന്നു, എന്നെ നാറ്റം എന്നും പറയുമല്ലോ. ഓക്കെ. അങ്ങനെയെങ്കിൽ യൂണിവേഴ്സൽ പോസ്റ്റൽ യൂണിയന്റെ ആസ്ഥാനം എവിടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ബേണാണ്. ഓക്കെ. ആ പോസ്റ്റ് മുഴുവൻ കൂട്ടിയിട്ട് കത്തിച്ചു. ബേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കത്തിക്കുന്നു എന്നും അർത്ഥമില്ലേ? അപ്പോ യൂണിവേഴ്സൽ പോസ്റ്റൽ യൂണിയൻ ആ പോസ്റ്റ് മുഴുവൻ കൂട്ടിയിട്ട് കത്തിച്ചു. ബേണായി. അതാണ് ബേൺ. ഓക്കെ. അങ്ങനെയെങ്കിൽ ആസിയാന്റെ തലസ്ഥാനം എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ജക്കാർത്ത. ഓക്കെ. അസോസിയേഷൻ ഓഫ് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നാഷൻസ് അല്ലേ ആസിയാന്റെ തലസ്ഥാനം ജക്കാർത്ത. ഇങ്ങനെ ഓർത്തോളൂ. ആസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴുതയ്ക്ക് മാസ് എന്ന് പറയുമല്ലോ, കഴുത, ആസ്. അപ്പോ കറുത്ത ആസ് എന്ന് ഓർത്തോളൂ. ആസിയാൻ, ജക്കാർത്ത, കറുത്ത ആസ് അല്ലെ, കറുത്ത കഴുത. ആസിയാൻ, ജക്കാർത്ത. അങ്ങനെയെങ്കിൽ അപെക്, ഏഷ്യ പസഫിക് എക്കണോമിക് കോർപ്പറേഷൻ. ഓക്കെ. ഏഷ്യയിലെ പസഫിക്കിലേക്ക് എക്കണോമിക് കൺട്രോൾ ചെയ്യുന്നത് ഒരു ക്യൂനാണെന്ന് ഓർത്തോളൂ. ഏഷ്യ പസഫിക് എക്കണോമിക് കോർപ്പറേഷൻ. ഏഷ്യയിലെയും പസഫിക് റീജിയനിലെയും ഒക്കെ എക്കണോമിക് കൺട്രോൾ ചെയ്യുന്ന ഒരു ക്യൂനാണ്. അവർക്ക് അതിന്റെ സംരക്ഷണത്തിനായിട്ട് ഒരു സിംഹവും ഉണ്ട്. സിംഗപ്പൂരിലുള്ള ക്യൂൻ ടൗൺ ആണ് ഏഷ്യ പസഫിക് എക്കണോമിക് കോർപ്പറേഷൻ. ഏഷ്യയിലെയും പസഫിക് മേഖലയിലേക്ക് എക്കണോമിക്ക് സംരക്ഷണം നൽകുന്നത് ആരാ? ഒരു ക്യൂനാണ്. അവരുടെ സംരക്ഷണത്തിന് വേണ്ടി അവരൊരു സിംഹത്തിനെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ക്യൂൻ ടൗൺ, സിംഗപ്പൂർ. അങ്ങനെയെങ്കിൽ ട്രാൻസ്പെറൻസി ഇന്റർനാഷണൽ.
ബെർലിൻ ആണ്. ഓക്കെ, ബെർലിൻ മതിലെല്ലാം ഇടിച്ച് കളഞ്ഞതിന് ശേഷം കൂടുതൽ ട്രാൻസ്പെറന്റ് ആവുമല്ലോ ആ നാട്, അല്ലേ? ജർമ്മനി ബെർലിൻ മതിലിന്റെ കഥ അറിയില്ലേ? അപ്പൊ ബെർലിൻ മതിൽ ഇടിച്ചു കളഞ്ഞതിന് ശേഷം വളരെ ട്രാൻസ്പെറന്റ് ആണ്. ഓക്കെ, അങ്ങനെ ഓർത്തോളൂ. അപ്പൊ ട്രാൻസ്പെറൻസി ഇന്റർനാഷണൽ, ബെർലിൻ ജർമ്മനി. ഓക്കെ അല്ലേ? അങ്ങനെയെങ്കിൽ ഇന്റർനാഷണൽ റിന്യൂവബിൾ എനർജി ഏജൻസി, ഓക്കെ, അബുദാബി. റിന്യൂവബിൾ എനർജി, ഓക്കെ, റിന്യൂവബിൾ എനർജി കൂടുമ്പോഴത്തേക്കും ചൂടാക്കുമ്പോഴത്തേക്കും ഭയങ്കര താപമാണ് റിന്യൂവബിൾ എനർജി, അല്ലേ? അങ്ങനെ ഓർത്തോളൂ. ഇന്റർനാഷണൽ റിന്യൂവബിൾ എനർജി ഏജൻസി, റിന്യൂവബിൾ എനർജി ചൂടാവുമ്പോഴത്തേക്കും ഭയങ്കര താപമാവും, അതാണ് അബുന് താപമാവും. അബുദാബി, അബുദാബി, അബുദാബി. ഓക്കെ, UAE ക്യാപിറ്റലായ അബുദാബിയിലാണ് ഇന്റർനാഷണൽ റിന്യൂവബിൾ എനർജി ഏജൻസി. റിന്യൂവബിൾ എനർജി ചൂടാണ്, അബുന് താപമടിക്കും, അല്ലേ? എനർജി താപം, അബുദാബി. അങ്ങനെ കണക്ട് ചെയ്യാലോ. അങ്ങനെയെങ്കിൽ വേൾഡ് വൈൽഡ് ഫണ്ട് ഫോർ നേച്ചർ, വേൾഡ് വൈൽഡ് ഫണ്ട് ഫോർ നേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്ലാൻഡ് ആണ്. ഓക്കെ, ഒരു ജി ലാൻഡിലാണ് വേൾഡ് വൈൽഡ് ഫണ്ട്. ഓക്കെ, വൈൽഡ് ഫണ്ട് എന്ന് പറയുമ്പോഴത്തേക്കും, അല്ലേ, മൃഗങ്ങളും വൈൽഡ്, ഓക്കെ, വൈൽഡ് അനിമൽസും എല്ലാവരും ഉള്ളത് ഈ ലാൻഡിലാണ്. അത് നാച്ചുറുമായിട്ടും ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു ലാൻഡിലാണ്. അതാണ് ജി ലാൻഡ്, ഗ്ലാൻഡ്, വേൾഡ് വൈൽഡ് ഫണ്ട് ഫോർ നേച്ചർ. അതെവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലാൻഡിലാണ്, അതാണ് ജി ലാൻഡ്, ഗ്ലാൻഡ്. എങ്കിൽ ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേറ്റീവ് നേച്ചർ, ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേറ്റീവ് നേച്ചർ, ആ നേച്ചറുമായിട്ട് ബന്ധപ്പെട്ട് അതും ഗ്ലാൻഡ് ആണ്. അങ്ങനെ കണക്ട് ചെയ്യാലോ, ഗ്ലാൻഡ് ആണ്. ഓക്കെ, അതും ഈ ലാൻഡിലാണ്. ഗ്ലാൻഡ് എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വിറ്റ്സർലാൻഡ്, അവിടെയും ലാൻഡ് ഉണ്ട്. ഒരു സ്വീറ്റ് ആയിട്ടുള്ള ലാൻഡിലുള്ള ജി ലാൻഡിലാണ് വേൾഡ് വൈൽഡ് ഫണ്ട് ഫോർ നേച്ചറും ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേറ്റീവ് നേച്ചറും സ്ഥിതി ചെയ്യുന്നത്. എങ്കിൽ ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റി, IOC, ഓക്കെ, IOCയുടെ ആസ്ഥാനം ലോസൈൻ, അതും സ്വിറ്റ്സർലാൻഡിലാണ്. ഒളിമ്പിക്സിന് പോയപ്പോഴത്തേക്കും ലോസ് ആയി എന്നോർത്തോളൂ. ഇന്റർനാഷണൽ ഒളിമ്പിക്സിൽ പോയപ്പോഴത്തേക്കും ലോസ് ആയി. ആധുനിക ഒളിമ്പിക്സ് തുടങ്ങിയതെന്ന 1896 ആധുനിക ഒളിമ്പിക് കമ്മിറ്റി സ്ഥാപിതമായത് 1894 തോന്നുന്നു. ആധുനിക ഒളിമ്പിക്സ് സ്റ്റാർട്ട് ചെയ്തത് 1896. പിയറി ഡി കുബർട്ടനാണ് ഫാദർ ഓഫ് മോഡേൺ ഒളിമ്പിക്സ് എന്ന് കൂടി ഓർത്തോളൂ. എങ്കിൽ ആ ഒളിമ്പിക്സിന്റെ IOCയുടെ ആസ്ഥാനം എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലോസൈൻ ആണ്, സ്വിറ്റ്സർലാൻഡ്. ഒളിമ്പിക്സിൽ പോയപ്പോൾ ലോസ് ആയി, ഒന്നീ ലോസ് ആവും അല്ലെങ്കിൽ വില്ലനാവും, അല്ലേ? എങ്കിൽ ഇതിന്റെ ആസ്ഥാനം ലോസായി എന്ന് ഓർത്തോളൂ. എങ്കിൽ നമുക്ക് അടുത്തതിലോട്ട് പോവാല്ലോ. എങ്കിൽ അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ജനീവ. ഓക്കെ, ജനീവയിൽ സ്ഥിതി ചെയ്യുന്ന സംഘടനകളാണ്. വളരെ 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 ഇമ്പോർട്ടന്റ് ആണ്. സ്ഥിരം എക്സാമിന് ചോദ്യങ്ങൾ ഈ ഭാഗത്തുനിന്നും വരാറുണ്ട്. ഇത് നമുക്ക് കണക്ട് ചെയ്ത് ഇങ്ങനെ പഠിക്കാം. ഓക്കെ, ഒരു കുട്ടി ജന്മം എടുത്തു, അതുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ജനീവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനിച്ചു എന്നല്ലേ. കുട്ടി ജന്മം എടുക്കുമ്പോഴത്തേക്കും ആദ്യം കാണുന്നത് എന്താണ്? ബ്ലഡ് കണ്ടായിരിക്കും കുട്ടി ജനിക്കുന്നത്, അല്ലേ? കുട്ടി ജനിക്കുമ്പോഴത്തേക്കും ബ്ലഡിൽ നിന്നായിരിക്കുമല്ലേ കുട്ടിയെ ഇങ്ങനെ കോരിയെടുക്കുന്നത്, ബ്ലഡിൽ നിന്നും. അപ്പോ ഇന്റർനാഷണൽ കമ്മിറ്റി ഫോർ റെഡ് ക്രോസ്, ജനീവ. ജനിക്കുമ്പോൾ റെഡ് കളർ ബ്ലഡ് ഉണ്ടാവും കുട്ടിയുടെ ദേഹത്ത്, അല്ലേ? ഇന്റർനാഷണൽ കമ്മിറ്റി ഫോർ റെഡ് ക്രോസ് ജനീവയാണ്. അങ്ങനെയെങ്കിൽ വേൾഡ് മെറ്റീരിയോളജിക്കൽ ഓർഗനൈസേഷൻ ജനീവയാണ്. മെറ്റീരിയോളജിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റഡി ഓഫ് വെതർ ആൻഡ് ക്ലൈമറ്റ് ആണ്. ക്ലൈമറ്റിനെ മറ്റൊക്കെ കുറിച്ചുള്ള പഠനമാണ് മെറ്റീരിയോളജി. എങ്കിൽ വേൾഡ് മെറ്റീരിയോളജിക്കൽ ഓർഗനൈസേഷൻ ജനീവയാണ്. കുട്ടി ജനിക്കുമ്പോഴത്തേക്കും പിന്നെ അത് കഴിഞ്ഞ ശേഷം നല്ല ക്ലൈമറ്റിലൊക്കെ അല്ലേ കുട്ടിയെ വളർത്തേണ്ടത്, അല്ലേ? അപ്പോ കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ റെഡ് കണ്ട് ജനിക്കും. അപ്പൊ കുറച്ച് നാല് നല്ല ക്ലൈമറ്റിലായിരിക്കണം. ഒരു AC-ലൊക്കെ വെച്ചിട്ട് കുട്ടിയെ പ്രൊട്ടക്ട് ചെയ്യണം, അല്ലേ? ക്ലൈമറ്റ് അതാണ് മെറ്റീരിയോളജി. ക്ലൈമറ്റ്, ആ മെറ്റ് വെച്ചിട്ട് മെറ്റീരിയോളജി. ഓക്കെ, വേൾഡ് മെറ്റീരിയോളജിക്കൽ ഓർഗനൈസേഷൻ ജനീവയാണ്. അങ്ങനെയെങ്കിൽ അടുത്ത് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഓഫ് സ്റ്റാൻഡേർഡൈസേഷൻ ജനീവയാണ്. അത് മാത്രമല്ല, അത് കഴിഞ്ഞ് കുട്ടി വളർന്നു വരുമ്പോഴത്തേക്കും കുട്ടിക്ക് നല്ല സ്റ്റാൻഡേർഡിലായിരിക്കണം കുട്ടിയെ വളർത്തേണ്ടത് നല്ല സ്റ്റാൻഡേർഡിൽ, ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് വിദ്യാഭ്യാസമൊക്കെ നൽകി തന്നെ കുട്ടിയെ വളർത്തണം. അത് ഇങ്ങനെ ഓർത്തോളൂ, ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഓഫ് സ്റ്റാൻഡേർഡൈസേഷൻ. ഓക്കെ, നല്ല സ്റ്റാൻഡേർഡ് കിട്ടാനായിട്ട്, ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് കിട്ടാനായിട്ട് ആ കുട്ടിയെ ഒരു ഓർഗനൈസേഷനിൽ കൊണ്ട് ചേർത്തു. അതാണ് ജനീവ. കുട്ടി ജനിച്ചതുമുള്ള കാര്യങ്ങളാണ് ജനീവ. അങ്ങനെയെങ്കിൽ അവിടെ നിന്ന് നല്ല വിദ്യാഭ്യാസം കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആ കുട്ടിക്ക് എന്ത് കിട്ടും? വേൾഡ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ഓർഗനൈസേഷൻ ജനീവയിലാണ്. നല്ല ഇന്റലക്ച്വൽ ആയിരിക്കും അല്ലേ കുട്ടി, അതാണ് വേൾഡ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ഓർഗനൈസേഷൻ ജനീവ. ഓക്കെ, നമ്മുടെ ഈ കോപ്പി റൈറ്റ്സ് ഒക്കെ വന്നിട്ട് ക്ലെയിം ചെയ്യുന്നത് ഇതുവഴിയാ, വേൾഡ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ഓർഗനൈസേഷൻ. ഓക്കെ,
അപ്പോ ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഓഫ് സ്റ്റാൻഡേർഡൈസേഷന്റെ കീഴിൽ നിന്നും പഠിച്ചിറക്കുമ്പോഴത്തേക്കും കുട്ടിക്ക് നല്ല ഇന്റലക്ച്വൽ ആയിരിക്കും. വേൾഡ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ഓർഗനൈസേഷൻ ജനീവയിലാണ്. അത് കഴിയുമ്പോഴത്തേക്കും പിന്നെ എന്താ കുട്ടിക്ക് ആവശ്യം? പഠനം മാത്രം മതിയോ? കുട്ടിയുടെ ഹെൽത്തും കൂടെ നോക്കണ്ടേ? യെസ്, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ജനീവയാണ്. കുട്ടി നല്ല ഹെൽത്തി ആയിട്ടും വരാനുള്ള കാര്യങ്ങൾ നോക്കണം. പിന്നെ എന്നിട്ട് കുട്ടിക്ക് എയ്ഡ്സ് വരാതിരിക്കാനുള്ള വാക്സിനും കൊടുക്കും എന്നോർത്തോളൂ. UN എയ്ഡ്സ് പ്രോഗ്രാമിന്റെ ആസ്ഥാനം ജനീവയാണ്. UN എയ്ഡ്സ് പ്രോഗ്രാമിന്റെ ആസ്ഥാനം ജനീവയാണ്. എയ്ഡ്സ് വരാതിരിക്കാൻ അവിടെ ഒരു വാക്സിൻ ഉണ്ട്, അത് കുട്ടിക്ക് കൊടുക്കും. അപ്പോൾ ഹെൽത്തി ആവും. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനും ജനീവയാണ്. ഇങ്ങനെ ഓർത്തോളൂ. അത് കഴിയുമ്പോഴത്തേക്കും കുട്ടിക്ക് വലുതാവുമ്പോഴത്തേക്കും കുട്ടി ജോലി ചെയ്യും. അപ്പൊ ആ കുട്ടി ലേബർ ആയിട്ട് മാറും. ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ ജനീവയാണ്. കുട്ടി ലേബർ ചെയ്യും. അത് മാത്രമല്ല, കുട്ടിക്ക് കുറച്ച് ട്രേഡിന്റെ പരിപാടിയുണ്ട്. വേൾഡ് ട്രേഡ് ഓർഗനൈസേഷനും ജനീവയാണ്. പഠനം കഴിഞ്ഞു, ഹെൽത്തിയാണ്, അസുഖമൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് എയ്ഡ്സിന് വരാതിരിക്കാനായിട്ടുള്ള വാക്സിൻ എടുത്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് കുട്ടി ലേബറായി മാറി. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം കുട്ടി കുറച്ചും കൂടെ അതിൽ നിന്ന് പണമൊക്കെ കണ്ടെത്തി ധാരാളം ട്രേഡുകളും ചെയ്തു. ഓക്കെ, ഇത്രയും ജനീവയിലുള്ളതാണ്. ഇനി അടുത്ത് നമ്മൾ നോക്കാൻ വേണ്ടിയിട്ടുള്ളത്, ഓക്കെ, കുട്ടിക്ക് എന്തെങ്കിലും പ്രശ്നം അവിടെ വരാണെന്നുണ്ടെങ്കിൽ അത് നേരിടാൻ വേണ്ടിയിട്ട് ഓഫീസ് ഓഫ് ഹൈ കമ്മീഷണർ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ്, ഓക്കെ, ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനും ജനീവയിലുണ്ട്. കുട്ടിക്ക് പ്രശ്നങ്ങളൊന്നും വരാൻ പാടില്ലല്ലോ. അപ്പോൾ അവിടെ വന്നിട്ട് ഓഫീസ് ഓഫ് ഹൈ കമ്മീഷണർ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ്, ഓക്കെ, മനുഷ്യാവകാശത്തിന്റെ ഒരു കമ്മീഷനും അവിടെയുണ്ട്. ഓക്കെ, ജനീവ. അങ്ങനെയെങ്കിൽ യുണൈറ്റഡ് നേഷൻസ് ഹൈ കമ്മീഷൻ ഫോർ റെഫ്യൂജീസ് ജനീവയിലുണ്ട്. ഓക്കെ, അവിടെ ജനിച്ച കുട്ടിക്ക് സംരക്ഷണം വരികയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, അവിടെ റെഫ്യൂജീസ് ഒന്നും വരാതെ നോക്കണം. ഓക്കെ, കുടിയേറ്റക്കാർ അല്ലേ, ആ കുട്ടിയുടെ മാത്രം സ്ഥലമാണ്. ആ കുട്ടിയെ പ്രൊട്ടക്ട് ചെയ്യേണ്ട ആൾക്കാർ ആ കുട്ടിയുടെ മാത്രം സ്ഥലമാണ്. അവിടെ കുടിയേറ്റക്കാർ വരികയാണെന്നുണ്ടെങ്കിൽ അത് വാച്ച് ചെയ്യാൻ വേണ്ടി യുണൈറ്റഡ് നേഷൻസ് ഹൈ കമ്മീഷൻ ഫോർ റെഫ്യൂജീസ്, ഓക്കെ, യുണൈറ്റഡ് നേഷൻസ് ഹൈ കമ്മീഷൻ ഫോർ റെഫ്യൂജീസും ജനീവയിലാണ്. എങ്കിൽ അടുത്ത് നമ്മൾക്ക് നോക്കേണ്ടത് യുണൈറ്റഡ് നേഷൻസ് കോൺഫറൻസ് ഓഫ് ട്രേഡ് ആൻഡ് ഡെവലപ്മെന്റും ജനീവയിലാണ്. പറഞ്ഞു, കുട്ടി ട്രേഡ് ചെയ്യും. അപ്പോൾ അത് ബേസ് ചെയ്തിട്ടുള്ള കോൺഫറൻസും അവിടെ നടക്കും. യുണൈറ്റഡ് നേഷൻസ് കോൺഫറൻസ് ഓഫ് ട്രേഡ് ആൻഡ് ഡെവലപ്മെന്റും ജനീവയിലാണ്. ഓക്കെ, അപ്പോൾ കുട്ടി ജനിക്കുമ്പോഴത്തേക്കും ബ്ലഡ് കാണും, റെഡ് ക്രോസ് അല്ലേ. വേൾഡ് നല്ലൊരു ക്ലൈമറ്റിലായിരിക്കണം കുട്ടിയെ വളർത്തേണ്ടത് ജനിക്കുമ്പോൾ. അപ്പോൾ വേൾഡ് മെറ്റീരിയോളജിക്കൽ ഓർഗനൈസേഷൻ ജനീവയാണ്. പിന്നെ വന്നിട്ട് കുട്ടിക്ക് നല്ല ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് കൊടുക്കണം. ISO ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഓഫ് സ്റ്റാൻഡേർഡ് ജനീവയാണ്. ആ ഓർഗനൈസേഷനിൽ പഠിച്ചിറങ്ങുമ്പോഴത്തേക്കും കുട്ടി നല്ല ഇന്റലക്ച്വൽ ആയിരിക്കും. വേൾഡ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ഓർഗനൈസേഷൻ ജനീവ. പിന്നെ അത് കഴിയുമ്പോഴത്തേക്കും പിന്നെ കുട്ടിയുടെ ഹെൽത്ത് നോക്കണം. ഓക്കെ, അസുഖമൊന്നും വരാതിരിക്കാനായിട്ട് എയ്ഡ്സ് വരാതിരിക്കാനുള്ള വാക്സിൻ എടുക്കും. യെസ്, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ജനീവ. എയ്ഡ്സ് എന്ന് പറഞ്ഞില്ല, UN എയ്ഡ്സ് ജനീവ. ഓക്കെ, അങ്ങനെയെങ്കിൽ അത് കഴിഞ്ഞിട്ട് ഇതെല്ലാം പൂർത്തിയാക്കിയതിനു ശേഷം കുട്ടി ആദ്യം ലേബർ ആവും. പിന്നെ പണം സ്വരൂപിച്ച് പല പല ട്രേഡുകൾ ചെയ്യും. യെസ്, ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ ജനീവ, വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ ജനീവ. ഓക്കെ അല്ലേ. പിന്നെ ഇത് കഴിയുമ്പോഴത്തേക്കും കുട്ടിയുടെ കാര്യങ്ങൾ, കുട്ടിക്ക് പ്രശ്നമൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് അവിടെ ആദ്യം വരുന്നത് ഹ്യൂമൻ റൈറ്റ്സ് സ്ഥാപനം വരും. ഓഫീസ് ഓഫ് ഹൈ കമ്മീഷണർ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ജനീവയിലാണ്. പിന്നെ റെഫ്യൂജീസ്, കുടിയേറ്റക്കാരൊന്നും വരാതിരിക്കാനായിട്ട്, അഭയാർത്ഥികളൊന്നും വരാതിരിക്കാനായിട്ട് യുണൈറ്റഡ് നേഷൻസ് ഹൈ കമ്മീഷണർ ഫോർ റെഫ്യൂജീസ്, ഓക്കെ, അതിന്റെ ആസ്ഥാനം ജനീവയിലാണ്. അങ്ങനെ ഒരു സംഘടനയും അവിടെ വന്നു എന്നോർത്തോളൂ. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ കുട്ടി ട്രേഡ് ചെയ്യുമ്പോഴത്തേക്കും യുണൈറ്റഡ് നേഷൻ കോൺഫറൻസ് ഓഫ് ട്രേഡ് ആൻഡ് ഡെവലപ്മെന്റ് UNCTAD, ഓക്കെ, ട്രേഡ് വരുമ്പോഴത്തേക്ക് അതിന്റെ കോൺഫറൻസ് ഇടയ്ക്കിടയ്ക്ക് നടക്കുമല്ലോ. അപ്പോൾ അതിന്റെ ആസ്ഥാനവും ജനീവയിലാണ്. ഓക്കെ, കുട്ടി ജനിച്ചത് മുതലുള്ള ആ സ്ഥലത്തുള്ള കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് വേൾഡ് എക്കണോമിക് ഫോറം അവിടെ സ്ഥാപിതമായി. അതെവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ജനീവയിലുള്ള ഒരു കോളനിയിലാണെന്ന് ഓർത്തോളൂ. യെസ്, കൊളോക്നി ജനീവ. ഓക്കെ, കൊളോക്നി ജനീവ. ഓക്കെ, അപ്പോൾ വേൾഡ് എക്കണോമിക് ഫോറത്തിന്റെ ആസ്ഥാനവും ജനീവയാണ്. ആ എക്കണോമി എന്ന് പറഞ്ഞാൽ കുട്ടിയുടെ കാര്യം നോക്കാൻ വേണ്ടിയിട്ടുള്ള എക്കണോമിയാണ് എന്നുകൂടി ഓർത്തോളൂ. അപ്പോൾ സെറ്റ് അല്ലേ? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നോക്കിയത് മനസ്സിലായിട്ടുണ്ട് എന്ന് കരുതുന്നു. അപ്പോൾ നമുക്ക് അടുത്തതിലോട്ട് പോകാം. അപ്പോൾ അവിടെ നോക്കാനുള്ളത് സാർക്കിന്റെ ആസ്ഥാനം കാഠ്മണ്ഡു ആണ്. കോർഡിനായിട്ട് ഇങ്ങനെ ഓർത്തോളൂ, സാറ് മണ്ടനാണ്. സാർക്കിന്റെ ആസ്ഥാനം കാഠ്മണ്ഡു. ഓക്കെ, സാർക്കിലെ മെമ്പേഴ്സ് കൺട്രിയുടെ കോഡ് എന്താണ്? പനി MBBS എന്നാണ്. യെസ്, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, നേപ്പാൾ, ഇന്ത്യ, മാലഡീവ്സ്, ഭൂട്ടാൻ, ബംഗ്ലാദേശ്, ശ്രീലങ്ക, ഇത്രയും രാജ്യങ്ങളാണ്. അപ്പോൾ കോഡ് പനി MBBS. അപ്പോൾ സാർക്കിന്റെ ആസ്ഥാനം കാഠ്മണ്ഡു ആണ്, നേപ്പാളാണ്. സാർക്കിന്റെ ആസ്ഥാനത്തിന്റെ കോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാറ് മണ്ടനാണ്. 1985 സാർക്ക് നിലവിൽ വന്നത്. അങ്ങനെയെങ്കിൽ ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോർപ്പറേഷന്റെ ആസ്ഥാനം എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജദ്ദയാണ്, സൗദി അറേബ്യ അല്ലേ.
ഇസ്ലാമിക്. ഓക്കെ, ഇസ്ലാമിസം ഉടലെടുക്കുന്നത് എവിടെയാണ്? സൗദി അറേബ്യയിലാണ്. മെക്കയൊക്കെ അവിടെയല്ലേ? അപ്പൊ അത് വെച്ചിട്ട് സൗദി അറേബ്യയിലെ ജദ്ദ എന്നോർത്തോളൂ, ജദ്ദ എന്നോർത്തോളൂ. അപ്പൊ ഇവിടെയുള്ള കുറച്ച് പേര് അവിടെ പങ്കെടുക്കാനായിട്ട് പോയപ്പോഴത്തേക്കും അവിടെയുള്ള കുറച്ച് പേര് ചുമ്മാ ജാട കാണിച്ചു എന്ന് ചുമ്മാ ഓർത്തോളൂ. അതാണ് ജദ്ദ, സൗദി അറേബ്യ. അപ്പോ ഒരാൾ പറഞ്ഞു ജാട കാണിച്ചല്ലടാ, പുള്ളി അറബി പറഞ്ഞു, നിനക്ക് മനസ്സിലാവാത്തോണ്ടാണ് എന്ന്. ഓക്കെ, അപ്പൊ ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോർപ്പറേഷൻ ഓക്കെ സൗദി അറേബ്യയിലായിരിക്കും. അവിടെ പോയപ്പോ കുറച്ച് പേര് ജാട കാണിച്ച പോലെ തോന്നി. ജദ്ദ, സൗദി അറേബ്യ. ഓക്കെ അല്ലേ? എങ്കിൽ നമുക്ക് അടുത്ത് നോക്കാം. ഇന്ത്യൻ ഓഷ്യൻ റിം അസോസിയേഷൻ ഓഫ് റീജിയണൽ കോർപ്പറേഷൻ അബിനെ മൗറീഷ്യസ്. ഓക്കെ, ഇന്ത്യൻ ഓഷ്യനിൽ വെച്ചിട്ട് റം അടിച്ചത് ആരെന്ന് വെച്ച് കഴിഞ്ഞാൽ എബിനാണെന്ന് ഓർത്തോളൂ. അതെവിടെ? എബിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൗറീഷ്യസ് ആണ്. ഓക്കെ, എബിൻ മൗറീഷ്യസ്. ഓക്കെ, എങ്ങനെയെങ്കിൽ ഓർഗനൈസേഷൻ ഓഫ് പ്രൊഹിബിഷൻ ഓഫ് കെമിക്കൽ വെപ്പൺ. ഓക്കെ, ഓർഗനൈസേഷൻ ഓഫ് പ്രൊഹിബിഷൻ ഓഫ് കെമിക്കൽ വെപ്പൺസ്, അതിന്റെ ആസ്ഥാനം എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹേഗാണ്. ഓക്കെ, കെമിക്കൽ വെപ്പൺസ്, രാസായുധങ്ങളോടൊക്കെ എല്ലാവർക്കും വെറുപ്പല്ലേ? ഓക്കെ, അപ്പൊ ഹേറ്റ് എന്ന് പഠിക്കൂ, ഹേഗ്. ഓക്കെ, ഓർഗനൈസേഷൻ ഓഫ് പ്രൊഹിബിഷൻ ഓഫ് കെമിക്കൽ വെപ്പൺസ് ഹേഗ്, ഹേറ്റ് എന്ന് പഠിക്കൂ, നെതർലാൻഡിലാണ്. ഓക്കെ, അങ്ങനെയെങ്കിൽ IUPC ഇന്റർനാഷണൽ യൂണിയൻ ഓഫ് പ്യൂർ ആൻഡ് അപ്ലൈഡ് കെമിസ്ട്രിയുടെ ആസ്ഥാനം എവിടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നോർത്ത് കരോലിനയാണ്. ഓക്കെ, ഈ രാസവസ്തുക്കൾക്കൊക്കെ പേര് കൊടുക്കുന്ന സ്ഥാപനമാണ് IUPC ഇന്റർനാഷണൽ യൂണിയൻ ഓഫ് പ്യൂർ ആൻഡ് അപ്ലൈഡ് കെമിസ്ട്രി. IUPAC എന്നാണ്, ഞാൻ ഇവിടെ എഴുതിയത് മാറിപ്പോയി. IUPAC ആണ്. അതിന്റെ ആസ്ഥാനം നോർത്ത് കരോലിന, കെമിസ്ട്രി കരോലിന. ഓക്കെ, നമുക്ക് രാസവസ്തുക്കൾക്കൊക്കെ നാമം നിർദ്ദേശിക്കണമെന്നുണ്ടെങ്കിൽ എവിടെ പോകണം? നോർത്തിൽ പോകണം, നോർത്ത് കരോലിന. ഓക്കെ, ഇന്റർനാഷണൽ യൂണിയൻ ഓഫ് പ്യൂർ ആൻഡ് അപ്ലൈഡ് കെമിസ്ട്രിക്ക് അവിടെ നോർത്തിൽ പോയി കഴിഞ്ഞാൽ പേര് കൊടുക്കാൻ പറ്റൂ. നോർത്തിൽ എവിടെ പോകണം? നോർത്ത് കരോലിന. അങ്ങനെയെങ്കിൽ UN എൻവയോൺമെന്റ് പ്രോഗ്രാം എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നെയ്റോബിയാണ്, കെനിയയുടെ ആസ്ഥാനമാണ് നെയ്റോബി. ഓക്കെ, പരിസ്ഥിതിക്കൊക്കെ വളരെ പേര് കേട്ട സ്ഥലമല്ലേ? മസായിമാരെ ഉണ്ട്. ഓക്കെ, കെനിയ, ടാൻസാരി ഏരിയയിലൊക്കെ ഒരുപാട് ഫേമസ് വൈൽഡ് ലൈഫ് സാഞ്ചുറീസ് ഉണ്ട്. ആഫ്രിക്കൻ ലയൺസ് ഒക്കെ ഓക്കെ വളരെ ഫേമസ് ആണ്. ഓക്കെ, അവിടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സീബ്ര, ലയൺസ് എല്ലാം ഇങ്ങനെ വന്നിട്ട് ആ കാട്ടിലൂടെ ഇങ്ങനെ മേഞ്ഞ് നടക്കുന്നത് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ UN എൻവയോൺമെന്റൽ പ്രോഗ്രാമിന്റെ ആസ്ഥാനം കറക്റ്റ് സ്ഥലത്ത് തന്നെയാണ്, കെനിയ നെയ്റോബി. ഓക്കെ അല്ലേ? അങ്ങനെയെങ്കിൽ ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് ദി ഹേഗ് ആണ്. ഓക്കെ, ഇന്റർനാഷണൽ കോർട്ടിലുള്ള ഒരു ജസ്റ്റിസ് വിധിച്ചത് ഇഷ്ടപ്പെട്ടില്ല ആർക്കും. ഹേറ്റ് വെറുത്തുപോയി വിധി കേട്ട്. അങ്ങനെയാണ് ദി ഹേഗ് നെതർലാൻഡിലുള്ള ഹേഗിലാണ് ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ്. ഇവിടെയാണ് ഇന്റർനാഷണൽ കോർട്ട്. ഓക്കെ, ആ വിധി കേട്ടപ്പോഴത്തേക്കും വെറുത്തു, ഹേറ്റായി. അതാണ് ദി ഹേഗ്. എങ്കിൽ UN യൂണിവേഴ്സിറ്റിയുടെ ആസ്ഥാനം എവിടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ടോക്കിയോയാണ്. UN യൂണിവേഴ്സിറ്റിയിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, സർവകലാശാല പഠിക്കാനുള്ള സ്ഥലമല്ലേ? അവിടെ എപ്പോഴും നമ്മൾ പഠന വിഷയത്തിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കണം, ടോക്ക് ചെയ്തുകൊണ്ടിരിക്കണം. അതാണ് UN യൂണിവേഴ്സിറ്റിയുടെ ആസ്ഥാനം ടോക്കിയോ. അങ്ങനെയെങ്കിൽ UN ഓക്കെ വേൾഡ് ടൂറിസം ഓർഗനൈസേഷന്റെ ആസ്ഥാനം മാഡ്രിഡ് ആണ്, സ്പെയിനാണ്. ഓക്കെ, ഒരു മാഡായിട്ടുള്ള ഒരാള്, ഓക്കെ ഭ്രാന്തൻ ചിന്താഗതിയുള്ള ഒരാള്, ഒരു മാഡായിട്ടുള്ള ഒരാള് വന്ന് എന്താണ് ടൂറ് പോയി എന്ന് ആലോചിച്ചോളൂ. UN യുണൈറ്റഡ് നേഷൻസ് വേൾഡ് ടൂറിസം ഓർഗനൈസേഷൻ മാഡ്രിഡ്, സ്പെയിന്. ഓക്കെ, സ്പെയിന് കാളപ്പോരിനൊക്കെ ഫേമസ് ആയിട്ടുള്ള സ്പെയിൻ അല്ലേ? ഈ തക്കാളിയർ ഫെസ്റ്റിവലിലൊക്കെ ഉള്ള സ്ഥലം അവിടെയാണ് മാഡായിട്ടുള്ള അയാള് ഓക്കെ ടൂറ് പോയത്. അപ്പൊ യുണൈറ്റഡ് നേഷൻസ് വേൾഡ് ടൂറിസം ഓർഗനൈസേഷൻ മാഡ്രിഡ്, സ്പെയിനാണ്. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? ഓക്കെ, അങ്ങനെയെങ്കിൽ നമുക്ക് അടുത്ത് നോക്കാനുള്ളത് ഇന്റർനാഷണൽ ഫണ്ട് ഫോർ അഗ്രികൾച്ചർ ഡെവലപ്മെന്റ്, റോമാണ്. ഓക്കെ, ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷന്റെ ആസ്ഥാനം എവിടെ? നമ്മൾ നേരത്തെ നോക്കി, അത് റോമാണ്. ഫുഡ് വേണോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും വേണ്ട, എനിക്ക് റമ്മ് മതി എന്ന് പറഞ്ഞില്ലേ? അത് വെച്ചിട്ടാണ് കണക്ട് ചെയ്യുന്നത്. അപ്പൊ ഫുഡ് ആര് തിന്നും? എലി തിന്നും. യെസ്, ആസ്ഥാനം എലി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റലിയാണ്. അവിടെയാണ് ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷന്റെയും ഇന്റർനാഷണൽ ഫണ്ട് ഫോർ അഗ്രികൾച്ചർ ഡെവലപ്മെന്റിന്റെയും ആസ്ഥാനം റോമാണ്. ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷൻ വരണം എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഇന്റർനാഷണൽ ഫണ്ട് ഫോർ അഗ്രികൾച്ചർ ഡെവലപ്മെന്റും അവിടെ തന്നെ ആയിരിക്കുമല്ലോ, റോമില്. അപ്പോ കണക്ട് ചെയ്യാമല്ലോ. അങ്ങനെയെങ്കിൽ ഓക്കെ, ഇന്റർനാഷണൽ സിവിൽ ഏവിയേഷൻ ഓർഗനൈസേഷന്റെ ആസ്ഥാനം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മോൺട്രിയൽ, കാനഡയാണ്. സിവിൽ ഏവിയേഷൻ, ഫ്ലൈറ്റ് അല്ലേ, വ്യോമഗതാഗതവുമായിട്ട് ബന്ധപ്പെട്ടത്. ഓക്കെ, ഫ്ലൈറ്റ് പോകുന്നു എന്ന് നോക്കിയപ്പോഴത്തേക്കും നമ്മുടെ തലയിൽ മണ്ടയിൽ തട്ടാൻ വരികയാണ്, അതാണ് മോൺട്രിയൽ. ഓക്കെ, മണ്ടേ തട്ടാൻ വേണ്ടി വരുമ്പോഴത്തേക്കും നമ്മൾ എന്ത് ചെയ്യും? പേടിച്ചിട്ട് കണ്ണടയ്ക്കും. യെസ്, മോൺട്രിയൽ കാനഡയിലാണ്.
അപ്പോ ഇന്റർനാഷണൽ സിവിൽ ഏവിയേഷൻ ഓർഗനൈസേഷൻ, ഓക്കെ, വ്യോമഗതാഗതവുമായിട്ട് ബന്ധപ്പെട്ടത് മോളില്, ഓക്കെ, മുകളിൽ പോകുമ്പോഴത്തേക്ക് ഇത് മണ്ടയിൽ തട്ടാൻ വേണ്ടി വരുന്നു, കണ്ണടയ്ക്കും. മോൺട്രിയൽ കാനഡ കണക്ട് ചെയ്യാലോ. അങ്ങനെയെങ്കിൽ യുനെസ്കോ, യുണൈറ്റഡ് നേഷണൽ എഡ്യൂക്കേഷണൽ സയന്റിഫിക് ആൻഡ് കൾച്ചറൽ ഓർഗനൈസേഷന്റെ ആസ്ഥാനം എവിടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാരീസ് ആണ്. അങ്ങനെയെങ്കിൽ യുനെസ്കോ, യുണൈറ്റഡ് നാഷണൽ എഡ്യൂക്കേഷണൽ സയന്റിഫിക് ആൻഡ് കൾച്ചറൽ ഓർഗനൈസേഷൻ പാരീസ് ആണ്, ഫ്രാൻസ്. ഓക്കെ, ഇതാ ഇവിടെ എഡ്യൂക്കേഷൻ ഉണ്ട്, സയൻസ് ഉണ്ട്, കൾച്ചറൽ ഓർഗനൈസേഷൻ ഉണ്ട്. ഇതൊക്കെ വന്നിട്ട് ഫേമസ് പാരീസ് ആണ്. എഡ്യൂക്കേഷന് ഫേമസ് പാരീസ് എന്ന് ഓർത്തോളൂ. ഓക്കെ, ഫാഷൻ സിറ്റി എന്നറിയപ്പെടുന്ന പാരീസ്. ഓക്കെ, യുനെസ്കോയെ കുറിച്ച് പറയുമ്പോഴത്തേക്കും യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ, ഓക്കെ, കയറി പറ്റിയ ഇന്ത്യയിലുള്ള സ്ഥലങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു ക്ലാസ്, വന്ന വർഷങ്ങളെ കുറിച്ചിട്ടൊക്കെ നമ്മൾ കോഡിലൂടെ ഒരു ക്ലാസ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ കാണൂ. അങ്ങനെയെങ്കിൽ യുനെസ്കോയുടെ ആസ്ഥാനം പാരീസ് ആണ്. യുനെസ്കോ നാച്ചുറലായിട്ടും കൾച്ചറലായിട്ടും, ഓക്കെ, സവിശേഷമായിട്ടുള്ള സ്ഥലത്ത് നിലനിർത്താൻ വേണ്ടി ഫണ്ടൊക്കെ കൊടുത്ത് സപ്പോർട്ട് ചെയ്യാറുണ്ടല്ലേ. അങ്ങനെ നാച്ചുറലായിട്ടും കൾച്ചറലായിട്ടും ഇന്ത്യയിൽ നിന്നും കയറി പറ്റിയ സ്ഥലം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കാഞ്ചൻജംഗയാണ്. ആ ക്ലാസ്സിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നുണ്ട്. ഓക്കെ, അങ്ങനെയെങ്കിൽ ഇന്റർനാഷണൽ കൗൺസിൽ ഫോർ മോണ്യുമെന്റ്സ് ആൻഡ് സൈറ്റ്സിന്റെ ആസ്ഥാനം എവിടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാരീസ് ആണ്. ഓക്കെ, പാരീസ്. ഇന്റർനാഷണൽ കൗൺസിൽ ഫോർ മോണ്യുമെന്റ്സ് ആൻഡ് സൈറ്റ്സിന്റെ ആസ്ഥാനം എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പാരീസ് ആണ്. ഓക്കെ, പാരീസ്. അങ്ങനെയെങ്കിൽ OECD, ഓർഗനൈസേഷൻ ഓഫ് എക്കണോമിക് കൗൺസിൽ ആൻഡ് ഡെവലപ്മെന്റിന്റെ ആസ്ഥാനവും പാരീസ് ആണ്. ഓക്കെ, ഇതെല്ലാം നിലനിർത്തണമെന്നുണ്ടെങ്കിൽ അവിടെ ധാരാളം പണം വേണം അല്ലേ. യുനെസ്കോ പൈതൃക പട്ടികയിലുള്ള സ്ഥലങ്ങൾക്കൊക്കെ ഫണ്ട് വേണം. പിന്നെ അവിടെ എഡ്യൂക്കേഷൻ ആൾക്കാർ പോകും എന്ന് പറഞ്ഞു, ചുമ്മാ എഡ്യൂക്കേഷൻ സയൻസിനൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് പോകും. അപ്പോൾ ഇതിനൊക്കെ ഫണ്ട് വേണം. അത് പ്രൊവൈഡ് ചെയ്യുന്നത് ഓർഗനൈസേഷൻ ഓഫ് എക്കണോമിക് കൗൺസിൽ ആൻഡ് ഡെവലപ്മെന്റ് എന്ന ഓർഗനൈസേഷനാണ്. അതിന്റെ ആസ്ഥാനവും പാരീസ് ആണ്. അപ്പോ മത്സര പരീക്ഷകളിൽ സ്ഥിരം ചോദിക്കാറുള്ളത് ഇത്രയും സംഘടനകളും ആസ്ഥാനങ്ങളുമാണ്. ഇത് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ മാർക്ക് ഇതിന്റെ പുറത്തൊന്നും പോകത്തില്ല, ഉറപ്പാണ്, വിശ്വസിക്കൂ. അങ്ങനെയെങ്കിൽ ക്ലാസ് ഇഷ്ടമായിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഞങ്ങളുടെ ക്ലാസ്സുകൾ റെഗുലർ ആയിട്ട് നിങ്ങളിലേക്ക് എത്തുവാനായിട്ട് ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. പഠിക്കൂ പഠിച്ചുകൊണ്ടിരിക്കൂ.